ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണ കണ്ണൻ്റെയും മഹിയുടെയും പുറകെ ഒരു ദാസിയായിട്ട് വരുന്നത് കണ്ട് ഹൃദയം തകർന്നു പോകുന്നുണ്ടെങ്കിലും എല്ലാം നിരാശയോടെ നോക്കി നിൽക്കാൻ മാത്രമേ പ്രതാപനും മുത്തശ്ശിക്കും കഴിയുന്നുള്ളൂ. ഇനി മഹാലക്ഷ്മിയെ വകവരുത്താനുള്ള എന്തെങ്കിലും ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ കണ്ണനിപ്പോൾ ആരുടെയും സഹായം വേണ്ട. നല്ല തിരിച്ചടി തരാനായിട്ട് കണ്ണനെ കൊണ്ട് കഴിയും. അതും പ്രതാപനെയും മുത്തശ്ശിയെയും ഭയപ്പെടുത്തുന്നുണ്ട്. മോഹിനിക്കാണെങ്കിൽ ഇനിയും പ്രതാപൻ്റെ ഭാഗത്ത് നിന്ന് മഹിക്ക് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് ഭയപ്പെടുമ്പോൾ ഇനി അവർക്ക് അതിനുള്ള ധൈര്യമില്ലെന്നും നമ്മളിനി പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി മോഹിനിയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് നടക്കാൻ കഴിയും എന്നുള്ളൊരു മെച്ചം മാത്രമേ ഉള്ളൂ എന്നും ലക്ഷ്മി വീൽചെയറിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ കൂടെ പോകുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും ഏതായാലും ഇനി അയാളുടെ തളർച്ച മാറുമെന്നൊന്നും തോന്നുന്നില്ല. മുൻപ് അതിനുള്ള ഒരു സാധ്യത തെളിഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു എന്നും പക്ഷേ ഇപ്പോൾ അയാളുടെ കാൽപാദങ്ങളൊന്നും അനങ്ങുന്നത് ഞാൻ കാണുന്നില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ അതൊക്കെ കേട്ട് കരുണയെ സന്തോഷിപ്പിക്കുന്ന രീതിയിലെല്ലാം പ്രതാപനും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് കടുത്ത നിരാശയാണുള്ളത്. ഇനി എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാകുമെന്നും കരുണ പറയുന്നുണ്ട്. ശേഷം പിറന്നാളായിട്ട് അതിസുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന മോഹിനിയെ കണ്ട് അസൂയയും പകയൊക്കെ തോന്നുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിക്കും. കരുണയുടെ ജീവിതം ഇപ്പോൾ എല്ലാം കൊണ്ടും പരാജയമാണെന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മോഹിനിയുടെയൊക്കെ സന്തോഷം കണ്ട് അവർക്ക് തീരെ ദഹിക്കുന്നില്ല. തുടർന്ന് മോഹിനിയും മഹിയും കരുണയും ചേർന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. മോഹിനിയാണെങ്കിൽ മഹിക്കും കരുണയ്ക്കും കണ്ണനും എല്ലാം കേക്ക് കൊടുത്ത് സന്തോഷം പങ്കിടുന്നുണ്ട്. അവരങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് മനഃപൂർവ്വം മോഹിനിയെ ഒന്ന് കുത്താൻ വേണ്ടി തന്നെ പ്രായം 45 കഴിഞ്ഞിട്ടും ഇനി ഇങ്ങനെ ഒരുങ്ങി നടക്കുകയൊന്നും വേണ്ട എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അമ്മ ഇങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങി പ്രായം കുറച്ച് നടന്നാൽ മതി എന്ന് മഹിയും. അത് ശരിയാണെന്നും അമ്മയെ കണ്ടാൽ 35 വയസ്സിനപ്പുറം തോന്നുന്നില്ല. പിന്നെ ഇയാളെ പോലെ ഒരു രാക്ഷസിനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് അത്രയെങ്കിലും തോന്നുന്നത്. മനസ്സമാധാനമില്ലെങ്കിൽ പ്രായം കൂടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിക്കും മുഖത്തടിക്കുന്നത് പോലെ മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് പായസം എടുക്കാനായിട്ട് മോഹിനി മഹാലക്ഷ്മിയും കൂട്ടി അകത്തേക്ക് പോകുന്നു. കരുണയാണെങ്കിൽ ഇതൊക്കെ കണ്ട് അസൂയയുടെ പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് മോള് നടന്നു തുടങ്ങിയ കാര്യം കരുണമോലും ഒരിക്കലും അറിയരുത് എന്നെല്ലാം കണ്ണനോടായിട്ട് പ്രതാപനും മുത്തശ്ശിയും കൂടി പറയുമ്പോൾ ഞാൻ നടന്നു തുടങ്ങിയ കാര്യം നിങ്ങളെയും അറിയിക്കില്ലായിരുന്നു, അതിനായിട്ടുള്ള സാഹചര്യം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ണൻ പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും വല്ലാതാവുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഒന്നും അറിയിക്കരുത് എന്ന് കരുതി തന്നെയാണ് നടക്കാൻ കഴിഞ്ഞിട്ടും ഞാൻ വീൽ ചെയറിൽ തന്നെ സഞ്ചരിച്ചത്. ഇനി കരുണയുടെ ഭാഗത്ത് നിന്ന് എൻ്റെ മഹിക്കും കുഞ്ഞിനും എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും അവൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു താക്കീത് കണ്ണൻ നൽകുന്നുണ്ട് കേട്ടോ. പിന്നീട് മഹിക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങളെല്ലാം കണ്ട് അസൂയയുടെയും പകയുടെയും പുറത്തു പോയി നിൽക്കുന്ന കരുണയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് പ്രതാപൻ. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ ഒറ്റ ഒരുത്തനാണ് അയാളുടെയും അവളുടെയും മുന്നിൽ ഞാനിങ്ങനെ തല കുനിച്ച് നിൽക്കാൻ കാരണം എന്ന് പറയുമ്പോൾ തൽക്കാലം മോളൊന്ന് അടങ്ങ്, നമുക്കും ഒരവസരം വരും മോളെ, അതുവരെ മോൾ അച്ഛന് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമിക്കാനെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഇനി അവളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടും ചോറൂണും എല്ലാം ഇതുപോലെ അയാളും അവളും പിന്നെ എന്നെ ഒരിക്കലും സ്വന്തം മകളായിട്ട് കാണാത്ത അവരും ചേർന്ന് ആഘോഷിക്കും. ഇനി എനിക്ക് ഇതിൽ പങ്കെടുക്കാതെ ഒന്നും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അവരുടെ സന്തോഷങ്ങളെല്ലാം നമ്മളെ കാണിച്ച് നമ്മളൊന്നും അല്ലാത്തവരാണെന്ന് വരുത്തി തീർക്കാനാണ് അവരുടെ ഉദ്ദേശം എന്നെല്ലാം കരുണ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഒടുവിൽ കരുണ പറയുമ്പോൾ ഇനി കരുണ എന്തെങ്കിലും മഹാലക്ഷ്മിക്ക് എതിരായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ടാൽ കണ്ണൻ നല്ല തിരിച്ചടി കരുണയ്ക്ക് കൊടുക്കും എന്നുള്ളൊരു കാര്യം പ്രതാപനും മുത്തശ്ശിക്കും നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ മോളെ ഒന്നിനും പോണ്ട, എല്ലാം അച്ഛൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് കരുണയെ അടക്കി നിർത്താനായിട്ട് പ്രതാപൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛനെ വിശ്വസിച്ചതാണ് എൻ്റെ ജീവിതം, വിശ്വസിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ആയിരിക്കും എരിഞ്ഞടങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് എന്നെ തടയണ്ട എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് മഞ്ജു കമലേശ്വരം തറവാട്ടിൽ എത്തുന്നുണ്ട്. മഞ്ജു വന്നിരിക്കുന്നത് കാണുമ്പോൾ ദുർഗ വീണ്ടും നീ എന്തിനാ വന്നത്, നിന്നെ ഭർത്താവ് എന്ന് പറയുന്നതിന് എവിടെ എന്നെല്ലാം ചൂടായിട്ട് ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണേട്ടൻ്റെയും ലക്ഷ്മിയേട്ടത്തിയോടൊപ്പം 2 ദിവസം നിൽക്കാനാണ് ഞാൻ വന്നത് പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് മഞ്ജു. ഇതേ സമയം കണ്ണനും മഹിയും വരുന്നുണ്ട്. മഞ്ജു ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും, പഴയതുപോലെ കുഞ്ഞിനെ കളയാനുള്ള ശ്രമമൊന്നും നടത്തണ്ട, അങ്ങനെ എന്തെങ്കിലും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ പിന്നെ എൻ്റെ രണ്ടാനമ്മ ആണെന്നൊന്നും നോക്കില്ല, ജയിലിലേക്കായിരിക്കും നിങ്ങളെ ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നതെന്ന് കണ്ണൻ ശക്തമായിട്ടുള്ള ഒരു താക്കീത് നൽകുന്നുണ്ട്. പിന്നീട് മഹിയാണെങ്കിൽ മഞ്ജുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു.
ഇതേ സമയം കരുണ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കരുണയോടായിട്ടും ഇനി മഞ്ജു കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകുമെന്നും നീ വേണം മഞ്ജുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനെന്നും അവളിപ്പോൾ പഴയതുപോലെയല്ല, ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നവളാണ്, അവളെ എല്ലാ രീതിയിലും നീ ശുശ്രൂഷിക്കണമെന്നെല്ലാം കരുണയോട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ ഇതും കരുണയ്ക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ്. അപ്പോൾ മഞ്ജുവിനാണെങ്കിൽ അത്ഭുതം തോന്നുന്നുണ്ട്. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന കരുണയെ കാണുമ്പോൾ അമ്പരപ്പ് തോന്നുന്നുണ്ട് കേട്ടോ മഞ്ജുവിന്. കാരണം മുൻപൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തിരുന്നവളാണ് കരുണ. ഇപ്പോൾ പക്ഷേ അതല്ല, അവരുടെ കൽപ്പനകളെല്ലാം അതേപടി അനുസരിക്കാമെന്നൊക്കെയാണ് കരുണ പറയുന്നത്. അങ്ങനെ കണ്ണനും മഞ്ജുവും മഹിയും അകത്തേക്ക് പോയതിന് ശേഷം നീ എന്താ മോളെ അവർ പറയുന്നതിനൊന്നും തിരിച്ചൊന്നും പ്രതികരിക്കാതിരുന്നത്, എല്ലാം മിണ്ടാതെ കേട്ടുനിന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അമ്മേ, അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി രണ്ടും കെട്ട് ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ എന്താ മോളെ മനസ്സിൽ കണ്ടിരിക്കുന്നത്, മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയാനാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ണൻ നമ്മളെ വെറുതെ വിടില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പോകുന്നത് മഞ്ജുവിനല്ല മഹാലക്ഷ്മിക്ക്. അങ്ങനെ അവളുടെ കുഞ്ഞു പോയിട്ട് ഞാൻ പിടിക്കപ്പെട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മേ. എൻ്റെ മുന്നിൽ മഹാലക്ഷ്മി ഭർത്താവും കുഞ്ഞുമെത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറയുന്നുണ്ട് കരുണ. എങ്കിലും നീ ഇങ്ങനെ അവരെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള കാരണം എന്താണെന്ന് അമ്മയോടെങ്കിലും ഒന്ന് പറ മോളെ. നിൻ്റെ അച്ഛനും മുത്തശ്ശിക്കും ആ വീഡിയോ കണ്ടിട്ട് അവൾക്കെതിരെ പ്രതികരിക്കാത്തത് എന്താ എന്നെല്ലാം ദുർഗ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാനില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് കരുണയുടെ ഈ മാറ്റത്തെക്കുറിച്ച് മഞ്ജു കണ്ണനോടും മഹിയോടും ചോദിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഈ ഒരു സമയത്ത് അവൾക്കിത് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യം കണ്ണനും മഹിക്കും നന്നായിട്ട് അറിയാം. കുഞ്ഞിനെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും വിട്ട് പറയാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. ഏതായാലും മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കളയാനായിട്ട് കരുണയുടെ ഭാഗത്ത് നിന്ന് എന്ത് ക്രൂര പദ്ധതി തയ്യാറാക്കിയാലും അതെല്ലാം മഞ്ജു അല്ലെങ്കിൽ കണ്ണൻ പൊളിച്ചെടുക്കും. എന്നിട്ട് അവൾക്ക് ഞെട്ടിക്കുന്ന ശിക്ഷ തന്നെയായിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല എല്ലാ സത്യങ്ങളും കണ്ണൻ ദുർഗയോടും ഉണ്ണിയോടും വിളിച്ചു പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്